സദ്ഗുണ ജയശീല. ഒരു തലമുറയെ കലാലോകത്തേക്ക് എത്തിച്ചതിൽ നിർണായക പങ്കുവഹിക്കാൻ സാധിച്ചു എന്നതാണ് കൊച്ചിൻ കലാഭവനെ വ്യത്യസ്തമാക്കുന്നത്. കലാകാരന്മാരെ കൈപിടിച്ചുയർത്തുന്നതിൽ ദൈവനിയോഗം ലഭിച്ച ആബേലച്ചൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന കലാഭവൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ മഹാരഥന്മാരായ പല കലാകാരന്മാരുടെയും മുഖം ഒരിക്കലും മായാത്ത രേഖാചിത്രം പോലെ ഉള്ളിൽ തെളിയും. ഈ ചുവരുകൾക്കും ചിത്രങ്ങൾക്കുമൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ 100,000 കഥകൾ പറയാനുണ്ട്. ഈ കലാഭവൻ എന്ന് പറയുമ്പോൾ ഈ കുറേ വലിയ മഹാരഥന്മാർ വന്ന സ്ഥാപനമായതുകൊണ്ട് ഇവിടെ എങ്ങനെ എത്തിപ്പെടും, നമുക്ക് തൊട്ടടുത്തുള്ള ചെറിയ സ്ഥാപനത്തിൽ പഠിക്കാമെന്ന് പറയും. ഇവിടെ ആർക്കും കടന്നു വരാം കേട്ടോ. 3 വയസ്സ് കഴിഞ്ഞുള്ള ഏത് കുട്ടിക്കും അച്ഛനമ്മമാരുടെ കൂടെ വരാം, ജോയിൻ ചെയ്യാം. കേരളത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും ചെറിയ ഫീസിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് കലാഭവൻ. ഇവിടുത്തെ കോഴ്സുകളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ എല്ലാവരും കീബോർഡുണ്ട്, ഗിറ്റാറുണ്ട്, വയലിനുണ്ട്, വെസ്റ്റേൺ വയലിനും ഉണ്ട്, പിന്നെ തബല, ഡ്രംസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, സിനിമാറ്റിക് ഡാൻസ്, ഡ്രോയിങ്, മിമിക്രി, ഇതിന് ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ ഹാൻഡിക്രാഫ്റ്റ്സ്, അങ്ങനെ എല്ലാ കലാരൂപങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കലാഭവനിലെ റിക്കാർഡിക്കലായിട്ട് മെമ്പറായിട്ട് ഒരു 4-5 വർഷമായിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. പക്ഷേ ഇതൊരു മെമ്പർഷിപ്പ് ഇല്ലാതെ തന്നെ എൻ്റെ കൂട്ടത്തിൽ ഞാൻ കൂടിയിട്ട് കുറേ കൊല്ലങ്ങളായി. കലാഭവൻ പോലെ ഇത്രയും ഇത്രയും പോപ്പുലറും ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു സംഘടന, ഒരു കലാസംഘടന ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഏപ്രിൽ 12-ാം തീയതി ഇവിടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയും വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിന് ഒരു അവസരമുണ്ട്. ഈ ക്ലാസ്സുകളിൽ കുട്ടികൾ വന്ന് ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് നേരിട്ട് പഠിക്കുക എന്നുള്ളത്. ഇതിപ്പോൾ എറണാകുളത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്ലാസ്സുകളും നല്ല ഏബിളായിട്ടുള്ള അധ്യാപകരും ഒക്കെ ഉള്ളൊരു മഹത്തായ ഒരു സ്ഥാപനമാണ് ഈ കലാഭവൻ എന്ന് പറയുന്നത്. ഞാനതിൽ ഒരു വൈസ് പ്രസിഡന്റ് എന്നുള്ള ആൾക്ക് അഭിമാനിക്കുകയും. ആബേലച്ചൻ പറയുന്നൊരു കാര്യം എപ്പോഴും പറയാറുണ്ട് കേട്ടോ. ഈ കല വന്നു കഴിഞ്ഞാൽ നമ്മളിലൊരു ദൈവികത വരും എന്നാണ് പറയുന്നത്. കാരണം അതിന് തുല്യമാകും നമ്മളിൽ എന്ന് പറയുന്നു. കാരണം നമ്മൾ ലോകത്ത് എന്തോരം ക്രൈമുകളാണ് കാണുന്നത്. ഇപ്പം ക്രൈമുകളുടെ ഒരു ബഹളമാണ്. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളൊരു കലാകാരനെ ഒരു കൊലയാളിയായി കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഒരു ക്രിമിനലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഇനി ലോകത്ത് കോടിയിൽ ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. നമ്മളുടെയൊക്കെ ഒരു ഒബ്സർവേഷനിൽ ഒരു കലാകാരൻ ഒരിക്കലും ഒരു ക്രിമിനലാവില്ല. അവനിലൊരു ദൈവികത ഉണ്ടാവും, അവരിലൊരു നല്ല മനസ്സുണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. കലാഭവൻ ഓൺലൈൻ ക്ലാസ്സുണ്ട്. വിദേശങ്ങളിൽ കലാഭവൻ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. WMF വേൾഡ് മലയാളി ഫെഡറേഷനുമായിട്ട് ചേർന്നിട്ട് വിദേശത്തിൽ യൂറോപ്പിലും ഇറ്റലിയിൽ UK പല സ്ഥലങ്ങളിലും അമേരിക്കയിലും ഒക്കെ ഒരുപാട് സ്റ്റുഡൻസ് കലാഭവൻ അധ്യാപകർക്കുണ്ട്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഇപ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒട്ടേറെ കലാകാരന്മാർക്ക് ജന്മം നൽകിയ സ്ഥാപനവും കലാഭവനാണ്. ഇപ്പോൾ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുകയല്ല. അപ്പോൾ ഏത് കലാരംഗത്ത്, പ്രത്യേകിച്ച് സിനിമ, സീരിയൽ, TV രംഗങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ ആളുകൾ, മഹൽ വ്യക്തികൾക്ക് അവരുടെ കലാപഠനം പൂർത്തിയാക്കുന്നതിനും അതിനെ അഭ്യസിക്കുന്നതിനും ഒക്കെ ഇവിടെ വരികയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആളുകൾ കുറച്ച് നാളുകളുണ്ടെങ്കിൽ പോലും അവരുടെ പേരിനോടൊപ്പം കലാഭവൻ എന്ന പേര് വെച്ചുകൊണ്ട് പറയാനാണ് അവർക്ക് കൂടുതൽ ആഗ്രഹവും. ഏതായാലും അത്തരമൊരു കലാഭവൻ്റെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഞാൻ വളരെ അഭിമാനകരമായി കാണുകയാണ്. എല്ലാവരും ഇവിടെ 12 മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. പ്രസിഡൻറ്റ് ഫാദർ ചെറിയാൻ കുനിയൻ തോട്ടത്ത്, ഞാൻ സെക്രട്ടറിയാണ്, ട്രഷറർ അലി അക്ബർ, അതുപോലെ വൈസ് പ്രസിഡൻറ്റുമാരായിട്ട് ബേണി ഇഗ്നീഷ്യസിലെ ഇഗ്നീഷ്യസ്, പിന്നെ അഡ്വക്കേറ്റ് വർഗീസ് പറമ്പിൽ, ജോയിൻറ്റ് സെക്രട്ടറി ഇക്ബാൽ മാസ്റ്റർ. അപ്പം എല്ലാവരും കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഹോണറി ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ആരും ഇവിടെ സാമ്പത്തികമായിട്ടൊന്നും വാങ്ങിച്ചുകൊണ്ടല്ല ഈ പൊസിഷനിലിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും കലാഭവൻ എത്ര വർഷം കഴിഞ്ഞാലും ഇതിങ്ങനെ കെടാതെ മുള്ളോട്ട് പോകും. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ 100,000 കലാഭവനുകളുണ്ട് പല പേരുകളിൽ. അതിലൊക്കെ നമുക്ക് ഇതിൻ്റെ തുടക്കം ആബേലച്ചനാണ്, തുടക്കം ഇവിടമാണ്. ആ തുടക്കത്തിൽ നമ്മളിപ്പോഴും നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെയധികം ഹാപ്പിയാണ്.